ഹലോ നമസ്കാരം. അങ്ങനെ ഡേ 3ലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നോക്കി. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സാണ്. ക്ലാസ് അധ്യാപകന്റെ പ്രായം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി പ്രായം 15 ആയാൽ ക്ലാസ് അധ്യാപകന്റെ പ്രായം എത്ര? ആവറേജ് ഒരു ശരാശരിയിലെ മുഴുവൻ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയതാണ്. ഈ ആവറേജിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. ഇതിന് പല ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അധ്യാപകൻ്റെ പുതുതായി വന്ന ആളുടെ ഭാരം ഓർ വയസ്സ് ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം ഇൻറ്റു പഴയ ശരാശരി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇക്വേഷൻസ് നമ്മൾ കാണാറുണ്ടല്ലോ. ബട്ട് നമുക്കതൊന്നും ആവശ്യമില്ല. നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 2 പോയിൻ്റ് ആൻസറായി. എന്താണ്? ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 30 കുട്ടികളുണ്ട്. അവയുടെ ശരാശരി പ്രായം 14 ക്ലാസ് അധ്യാപകൻ്റെ പ്രായം കൂടി കൂട്ടിയപ്പോൾ ക്ലാസ് അധ്യാപകനെ കൂട്ടിയപ്പോൾ 30 ഉള്ള കുട്ടികളിൽ നിന്ന് എന്തായി? 31 ആയല്ലോ. 31 അപ്പോൾ ശരാശരി എന്തായി? 14 ഉള്ളത് 15 ഉയർന്നു. 15 അങ്ങനെയാണെങ്കിൽ ക്ലാസ് അധ്യാപകൻ്റെ പ്രായം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 30 കുട്ടികളുള്ളപ്പോൾ ആവറേജ് 14 ക്ലാസ് അധ്യാപകൻ വന്നപ്പോൾ 30 കുട്ടികളും ടോട്ടൽ എത്ര ആൾക്കാരായി? 31 ആൾക്കാരായി. അപ്പോൾ ആവറേജ് എന്തായി? 1 കൂടി 15 നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ കിട്ടിയ ഹിൻ്റാണല്ലോ ഇത്. എന്താണ് നമ്മളുടെ സ്ഥിരം പരിപാടി? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിഫറൻസ്. 30 ഉള്ളത് 31 1 കൂടിയല്ലോ. 14 ഉള്ളത് 15 1 കൂടിയല്ലോ ആവറേജ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിഫറൻസ് ഇൻറ്റു ബോട്ടം +1 ഇൻറ്റു 15 ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഡിഫറൻസ് ഇൻറ്റു ടോപ്പ് +1 ഇൻറ്റു 30. ഇതാകുമ്പോൾ നമുക്കെന്താണ്? മൈനസ് ആണോ പ്ലസ് ആണോ പോയതാണോ വന്നതാണോ ഒന്നുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇവിടെ പ്ലസ് ആണെങ്കിൽ +1 ഇൻറ്റു 30, ഇവിടെ മൈനസ് ആണെങ്കിൽ ആവറേജ് കുറഞ്ഞെങ്കിൽ -1 ഇൻറ്റു 30. ഓക്കെ. സോ 15 1 ഇൻറ്റു 15 15 + 1 ഇൻറ്റു 30 30. സോ 45. അധ്യാപകൻ്റെ വയസ്സ് എന്തായിരിക്കും? ക്ലാസ് അധ്യാപകൻ്റെ പ്രായം എന്തായിരിക്കും? 45 വയസ്സായിരിക്കും. ഓക്കെ ആണല്ലോ. ആവറേജിലെ സ്ഥിരമായിട്ട് കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ വളരെ ഈസി ആയിട്ട് ഒരു ഇക്വേഷൻസും ഓർക്കണം നമുക്ക് പഠിക്കാമല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 143 പ്ലസ് ആണ് +657 ഹോൾ സ്ക്വയർ +143 - 657 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 143 ഇൻറ്റു 143 +657 ഇൻറ്റു 657. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ഭീകരമായ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ തോന്നുന്നല്ലേ. വളരെ ഈസിയാണ് ഇത്. നമ്മൾ നോർമൽ മെത്തേഡിൽ 143 + 657 657 100 757 57 43 100 757 43 800. അങ്ങനെ 800 സ്ക്വയർ പ്ലസ് ഈ 143 - 657 ഒക്കെ കുറച്ചിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എക്സാം ആളെന്ന് നമുക്ക് ഇറങ്ങി വരാനുള്ള സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എ, ഇത് ബി. ഇപ്പം എന്താ? A+B ഹോൾ സ്ക്വയർ അല്ലേ ഈ കാണുന്നത്? ഇത് എ, ഇത് -B, A - B ഹോൾ സ്ക്വയർ അല്ലേ? 143 ഇൻറ്റു 143 ഇതെന്താണ്? A സ്ക്വയർ അല്ലേ? പ്ലസ് ഇതെന്താണ്? 657 ഇൻറ്റു 657 ഇത് B സ്ക്വയർ അല്ലേ? A+B ഹോൾ സ്ക്വയർ A+B ഹോൾ സ്ക്വയർ പ്ലസ് A - B ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ A+B എന്നല്ലേ ഈ ഒരു ഫോമാറ്റിൻ്റെ ഇക്വേഷൻ, ഈ ഒരു ഫോം നമുക്ക് കാണുന്നത്. ഇതൊന്ന് നമ്മളുടെ ഐഡൻറ്റിറ്റീസിക്ക് മാറ്റിയപ്പോൾ എന്താണ്? A+B ഹോൾ സ്ക്വയർ പ്ലസ് A - B ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ A+B എന്ന A സ്ക്വയർ + B സ്ക്വയർ A സ്ക്വയർ + B സ്ക്വയർ എന്ന ഫോമിലല്ലേ കാണുന്നത്. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. A+B ഹോൾ സ്ക്വയർ എന്താണ്? A സ്ക്വയർ പ്ലസ് 2AB + B സ്ക്വയർ പ്ലസ് വലിയ പ്ലസ്, ഈ പ്ലസ് ആണ്. ഇനി A - B ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A സ്ക്വയർ - 2AB + B സ്ക്വയർ ഡിവൈഡ് ബൈ താഴെ എന്താണ്? A സ്ക്വയർ + B സ്ക്വയർ ഇല്ലേ? പ്ലസ് 2ABയും -2ABയും വെട്ടിപ്പോയില്ലേ? സോ 2A സ്ക്വയർ A സ്ക്വയർ + A സ്ക്വയർ 2A സ്ക്വയർ പ്ലസ് B സ്ക്വയർ + B സ്ക്വയർ 2B സ്ക്വയർ ഡിവൈഡ് ബൈ A സ്ക്വയർ + B സ്ക്വയർ അല്ലേ? രണ്ട് ഭാഗത്തും 2 ഇല്ലേ? 2 ഒന്ന് പുറത്തെടുത്ത് നോക്കി. 2 ഇൻറ്റു A സ്ക്വയർ + B സ്ക്വയർ ഡിവൈഡ് ബൈ A സ്ക്വയർ + B സ്ക്വയർ അല്ലേ താഴെ ഉള്ളത്? A സ്ക്വയർ + B സ്ക്വയർ മേലുണ്ട്, A സ്ക്വയർ + B സ്ക്വയർ താഴെ ഉണ്ട്. രണ്ടും വെട്ടിപ്പോലെ. ആൻസർ ഈസ് ഈക്വൽ ടു 2 അല്ലേ? വളരെ ഭീമാകാരമായ സംഖ്യകളൊക്കെ ആണെങ്കിലും നമുക്കറിയുന്ന ഐഡൻറ്റിറ്റീസ് വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി ആൻസർ? ഇത് സാധാരണ മെത്തേഡിൽ ചെയ്ത് കുറച്ചും കൂട്ടും ചെയ്ത് സ്ക്വയർ കണ്ടുപിടിച്ച്, സ്ക്വയറൊക്കെ നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാറല്ലേ, നമ്മൾ പഠിച്ചതല്ലേ സ്ക്വയറൊക്കെ വളരെ ഈസിയായി കണ്ടുപിടിക്കാൻ. ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് ഇതിൻ്റെ സ്ക്വയറൊക്കെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ എക്സാം ആണെന്ന് ഇത് ചെയ്ത് വരുമ്പോഴേക്കും എണീച്ച് പോകാൻ പറ്റൂലേ ഈസി ആയിട്ട്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് അറിയുന്ന ഐഡൻറ്റിറ്റീസിലേക്ക് മാറ്റാം. ഓക്കെ ആണല്ലോ. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഒറ്റ ഫോർമാറ്റിൽ വളരെ സിമ്പിളായ ആൻസർ ഈസ് ഈക്വൽ ടു 2 അല്ലേ? വളരെ ഈസി അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ. റൂട്ട് ഓഫ് 9604 ഡിവൈഡ് ബൈ 49 പ്ലസ് പ്ലസ് 108 സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് 12321 ഈസ് ഈക്വൽ ടു. ഈ ഒരു ക്വസ്റ്റ്യനുള്ള കാരണം, ഈ ക്വസ്റ്റ്യൻ എന്താണ്? സ്ക്വയർ കണ്ടുപിടിക്കാണ്ട് റൂട്ട് കണ്ടുപിടിക്കാണ്ട് അല്ലേ? രണ്ടും കണ്ടുപിടിക്കാണ്ട്. നമുക്ക് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണല്ലോ, പ്രിലിമിനറി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാനും പഠിക്കാം, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനും പഠിക്കാം. പഠിച്ചോ എന്ന് റിവൈസ് ചെയ്ത് പോകാം. അപ്പോൾ ഒറ്റയടിക്ക് രണ്ട് കാര്യങ്ങളാവും അല്ലേ? വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? റൂട്ട് ഓഫ് 9604 ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 4 അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 4 ആയതുകൊണ്ട് ഒന്നല്ലെങ്കിൽ 2 ആകാം, അല്ലെങ്കിൽ 8 ആകാം. 2 സ്ക്വയർ 4 ആണ്, 8 സ്ക്വയർ 64 ആണ്. അങ്ങനെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ 2 ആകാം, അല്ലെങ്കിൽ 8 ആകാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ 2 ഡിജിറ്റ് നമുക്ക് വേണ്ട. ബാക്കി 2 ഡിജിറ്റിൻ്റെ 96 അല്ലേ? 96നോട് തൊട്ടടുത്ത് നിൽക്കുന്ന സംഖ്യകൾ സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? 9 സ്ക്വയർ 81 ആണ്. 10 സ്ക്വയർ എത്ര? 100 ആണല്ലേ? 96 ആണ്, 100 ആയി. അപ്പം എന്തായാലും 10 ആയിരിക്കില്ല, 96 അല്ലേ? ഇവിടെ 10 സ്ക്വയർ 100 അല്ലേ? അപ്പോൾ 96 ചെറുതല്ലേ? അപ്പോൾ എന്തായാലും 9, ചെറിയ സംഖ്യ ചൂസ് ചെയ്യുക. 9 ആയി. 92 ആയി, 98 ആയി. ഈ 92 ആണോ 98 ആണോ എന്ന് എങ്ങനെ കൺഫേം ചെയ്യും? 92 ആണോ 98 ആണോ എന്ന് എങ്ങനെ കൺഫേം ചെയ്യും? അതിന് ചെയ്യാനാണ് എന്ത് ചെയ്യുക? 9 × 10 ചെയ്യുക. 9 × 10 ചെയ്ത് 9 × 10 എത്ര? 90 അല്ലേ? ഇവിടെ 90 കിട്ടി. ഇവിടുത്തെ സംഖ്യ എത്ര? 96 അല്ലേ? ഇവിടെ 90 ആണ് കിട്ടിയത്, ഇവിടുത്തെ സംഖ്യ 96 ആണ്. ഇവിടുത്തെ സംഖ്യ വലുതല്ലേ? നമുക്ക് ഈ ഗുണിച്ച് കിട്ടിയ സംഖ്യ 90ഉം ഇവിടെ 96ഉം അല്ലേ? ഇവിടുത്തെ സംഖ്യ വലുതാണെങ്കിൽ ഈ രണ്ടെണ്ണത്തിലെ വലിയ സംഖ്യ ചൂസ് ചെയ്യുക. 98. നമ്മൾ ആൻസർ എന്തായിരിക്കും? 98 ആയിരിക്കും. 98ൻ്റെ സ്ക്വയർ ആണ് എന്ത്? 9604. ഓക്കെ ആണല്ലോ. അങ്ങനെ റൂട്ട് ഓഫ് 9604ൻ്റെ കിട്ടി. ഇനി എന്താണ്? വേറെ റൂട്ടും കൂടി ഇല്ലേ? അത് കണ്ടുപിടിക്കേണ്ടേ? റൂട്ട് ഓഫ് 12321 അല്ലേ? 12321. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് എന്താണ് ഓപ്ഷൻസ് എന്തൊക്കെ വരും? ഒന്നല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 1 ആകും, അല്ലെങ്കിൽ എന്തായിരിക്കും? 9 ആകും അല്ലേ? 9 × 9 81, 1 × 1 1. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 1 ആകാം, അല്ലെങ്കിൽ 9 ആകാം. ഇനി എന്ത് ചെയ്യുക? 2 ഡിജിറ്റ് നമുക്ക് ആവശ്യമില്ല. 123 അല്ലേ? 129 നിയറസ്റ്റ് ആയിട്ടുള്ള 2 റൂട്ട്സ് ഏതൊക്കെയാണ്? 11 സ്ക്വയർ ഉണ്ടല്ലേ? 11 സ്ക്വയർ 121 ആണ്. 12 സ്ക്വയർ ഉണ്ടല്ലേ? 12 സ്ക്വയർ 144 ആണ്. 144 ആയി, ഹയറായി. ഇതിനേക്കാൾ മുന്നിലോട്ട് പോയല്ലോ, ഇതിനേക്കാൾ മുന്നിലോട്ട് പോയി. അപ്പോൾ 12 വേണ്ട, 11 ചൂസ് ചെയ്ത്. 111 ആകാം, അല്ലെങ്കിൽ 119 ആകാം അല്ലേ? 111 ആകാം, 119 ആകാം. ഈ 111 ആണോ 119 ആണോ എന്ന് എങ്ങനെ കൺഫേം ചെയ്യും? 11 × 12 ചെയ്യുക. 11 × 12 ചെയ്തപ്പോൾ എത്ര കിട്ടി? 10 × 12 120 ആണ്. 11 × 12 132 ആണ്. 132 അല്ലേ? ഇവിടെ ഗുണിച്ച് കിട്ടിയ സംഖ്യ വലുതാണ്. ഇവിടെ 123 ഉള്ളൂ. ഇവിടെ ഗുണിച്ച് കിട്ടിയ സംഖ്യ വലുതല്ലേ? 132 അല്ലേ? ഇവിടുത്തെ സംഖ്യ ചെറുതല്ലേ? അപ്പോൾ ഇതിലെ ചെറുത് ചൂസ് ചെയ്യുക. 111. ഓക്കെ ആണല്ലോ. എന്താ ചെയ്തത്? ലാസ്റ്റ് ഡിജിറ്റ് നോക്കി 1 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ സ്ക്വയറിൽ എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് 1 9 ആകും. കാരണം 9 സ്ക്വയർ 81, 1 സ്ക്വയർ 1. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 1 ആവാൻ ചാൻസ് ഉള്ളത് 1 9 വരുമ്പോഴാണ്. ഇനി നമുക്ക് 2 ഡിജിറ്റ് ആവശ്യമില്ല. ബാക്കി എന്തൊക്കെയുണ്ട്? 123 ഇല്ലേ? 120നോട് നിയറസ്റ്റ് ആയിട്ടുള്ള റൂട്ട്സ് ഏതൊക്കെയാണ്? സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? 11 സ്ക്വയർ ഉണ്ട്, 11 സ്ക്വയർ ഉണ്ട് 121 ആണ്. 12 സ്ക്വയർ ഉണ്ട് 144 ആണ്. 144 ആയി. 123നൊക്കെ വലുതായല്ലോ, 144 അല്ലേ? അപ്പോൾ നമുക്ക് അത് ആവശ്യമില്ല. മുന്നിലോട്ട് പോയല്ലോ. 12 സ്ക്വയർ 144 ആണ്, 123നേക്കാൾ എത്രയോ വലുതാണ്. അപ്പോൾ നമുക്ക് എന്താണ്? 12 ആവശ്യമില്ല, നമ്മൾ 11 ചൂസ് ചെയ്തത്. 111 119. ഇനി 111 119 ഇതിൽ ഏതാണെന്ന് ചൂസ് ചെയ്യണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുക? 11 × 12 ചെയ്യുക. 11 × 12 ചെയ്തപ്പോൾ എന്തായി? 132 ആയി അല്ലേ? ഇവിടുത്തെ സംഖ്യ 123, ഇവിടെ ഗുണിച്ച് കിട്ടിയ 132. ഗുണിച്ച് കിട്ടിയ സംഖ്യ വലുതാണ്, ഇവിടുത്തെ സംഖ്യ ചെറുതാണ് അല്ലേ? ഇവിടുത്തെ സംഖ്യ ചെറുതാണെങ്കിൽ ഇതിലെ ചെറുത് ചൂസ് ചെയ്യുക. ഓക്കെ, 111 ചൂസ് ചെയ്ത്. ഇവിടെ നോക്കിയേ, ഇവിടെ 9 × 10 90 ആണ്. ഇവിടുത്തെ സംഖ്യ ചെറുതും ഇവിടുത്തെ സംഖ്യ വലുതുമാണ്. അപ്പോൾ ഇതിലെ വലുത് ചൂസ് ചെയ്ത്. കൺഫ്യൂഷൻ മാറിയല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറി?
റൂട്ട് ഓഫ് 9604 എന്തായി 98ആയി. 98 ഡിവൈഡ് ബൈ 49 പ്ലസ് 108ൻ്റെ സ്ക്വയർ ഉണ്ട്, 108ൻ്റെ സ്ക്വയർ മൈനസ് എന്തായി 111. ഞാൻ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് 2 ഡിജിറ്റിൻ്റെയും 3 ഡിജിറ്റിൻ്റെയും അവരുടെ റൂട്ടൊക്കെ കണ്ടുപിടിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടൊരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ ഉണ്ടായിരിക്കും. എന്ത് ചെയ്യുക, പോയി ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കുക. ഏറ്റവും ഈസിയറായ മെത്തേഡിൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. കാണാത്തവരെന്ത് ചെയ്യുക, അവിടെ പോയെന്ന് കാണുക. 108ൻ്റെ സ്ക്വയർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. 100 ബേസ് ആക്കി എടുത്തല്ലേ നമ്മൾ, 100 ബേസ് ആക്കി എടുത്തല്ലോ. 100 ബേസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ 108ലേക്ക് എത്ര കൂടുതലുണ്ട്, +8 കൂടുതലില്ലേ, +8 കൂടുതലില്ലേ. 8ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 8ൻ്റെ സ്ക്വയർ 64 അല്ലേ, 64ആയി. ഇനി 108 + 8 ചെയ്യുക. എത്രയാണോ കൂടുതലുള്ളത് അത് കൂട്ടി കൊടുക്കുക. 108 + 8 116. നമ്മുടെ ആൻസറായി 116 64. 116 64. സോറി, നമ്മളെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചാണല്ലേ 111. അപ്പോൾ 98 ഡിവൈഡ് ബൈ 49 എന്തായി 2ആയി. 2 പ്ലസ് 108ൻ്റെ സ്ക്വയർ എന്താണ് 116 64 മൈനസ് 111. ഇതെന്തായിരിക്കും ആൻസർ 11 666 മൈനസ് 111 എന്തായിരിക്കും 11 664 111 കുറച്ചാൽ പോരെ 555. നമ്മളെ ആൻസർ ആയല്ലോ. അപ്പോൾ ഒറ്റയടിക്ക് സ്ക്വയറും സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കാൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. സ്ക്വയറും സ്ക്വയർ റൂട്ടും അറിയാമെങ്കിൽ ഒറ്റയടിക്ക് വളരെ ഫാസ്റ്റായി കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ കാരണം 2 നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 1600 രൂപയ്ക്ക് വാങ്ങിയ സാധനം 12% നഷ്ടത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര? ഓപ്ഷൻസ് ഉണ്ട് 1000, 1300, 1408, 1508. വളരെ ഈസിയായ ബേസിക് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പല മെത്തേഡുകളിലും ചെയ്യാം. നമുക്ക് ഏറ്റവും ഈസിയുള്ള മെത്തേഡ് ചെയ്യാം. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന മെത്തേഡ് തന്നെ പോവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. 1600 രൂപയ്ക്ക് വാങ്ങിയ സാധനം അതെന്താണ്? CP അല്ലേ. 1600 എന്ന് പറയുന്നത് CP അല്ലേ. CP ആൾവേസ് 100% അല്ലേ. ദെൻ ആ സാധനം 12% നഷ്ടത്തിൽ വിറ്റാൽ, 12% നഷ്ടത്തിൽ വിൽക്കണമെങ്കിൽ SP എത്രയായിരിക്കും? 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം 12 രൂപ നഷ്ടത്തിൽ വിൽക്കണമെങ്കിൽ 88 രൂപയ്ക്ക് വിൽക്കണ്ടേ. അപ്പോൾ 88% രൂപയ്ക്കായിരിക്കും CP അത് വിറ്റിട്ടുണ്ടാവുക. 88%-ത്തിലായിരിക്കും ആ സാധനം വിറ്റിട്ടുണ്ടാവുക. അത് എത്രയും നല്ല ചോദിച്ചിട്ടുള്ളത് അത് നമുക്കറിയോ? അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. 100% 1600 നമുക്കറിയാം. 88% 12% നഷ്ടത്തിലാണ് വിറ്റെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12% നഷ്ടത്തിലാണ് വിറ്റാൽ CPയേക്കാൾ കുറവായിരിക്കും ഒരു SP. സോ 88% SP എന്ന് പറഞ്ഞാൽ. സോ 100% നമുക്കറിയാമെങ്കിൽ 100% 1600. സോ 88% നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന മെത്തേഡ് ഉണ്ടല്ലോ, ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്തപ്പോൾ എവിടെയാണോ ക്വസ്റ്റ്യൻ മാർക്ക് എടുക്കുന്നത് അത് താഴെ കൊണ്ടേ കൊടുക്കുക. 88 × 1600 ഡിവൈഡ് ബൈ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ അല്ലേ കൊടുത്തല്ലോ, 2 0 വെട്ടിക്കളഞ്ഞല്ലോ. 88 × 16. 88 × 16 ചെയ്യാൻ വളരെ കഷ്ടപ്പാടൊന്നുമില്ല. 88 × 10 ചെയ്യുക. 88 × 10 ചെയ്യുമ്പോൾ 880. ഒരു 5 ഇല്ലേ, 5 ചെയ്യുക. 5 × 88 നേരെ പകുതി എടുത്താൽ പോരെ 440. ഇനി ഒന്നും കൂടി ബാക്കിയില്ല, ഒരു 88. സോ 8 8 8 16 4 20. 8 4 12 2 14. 1408. ഓപ്ഷൻ സി. 1600 രൂപയ്ക്ക് വാങ്ങിയ സാധനം 12% നഷ്ടത്തിൽ വിൽക്കണമെങ്കിൽ എന്തായിരിക്കും? 1408 രൂപയ്ക്ക് വിറ്റിട്ടുണ്ടായിരിക്കും. ഇതിങ്ങനെ ഗുണിക്കാൻ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കിങ്ങനെ കണ്ട് ശീലമുള്ളത് കൊണ്ട് ഞാൻ ഫാസ്റ്റായി ഗുണിച്ചു. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് 1600 എന്ന് പറഞ്ഞാൽ 100% അല്ലേ. ഓക്കെ, 10% എന്താണ്? 10% എന്താണ്? 160 അല്ലേ. ഓക്കെ, 2% എന്തായിരിക്കും? ഇവിടെ 5 ഹരിക്കണ്ടേ. അപ്പം 160/5 ചെയ്യുമ്പോൾ എന്തിട്ടും 3 2 32 അല്ലേ. 2% 32. സോ 12% എന്ന് പറഞ്ഞാൽ എന്തായി? 160 + 32 192 അല്ലേ. 1600 രൂപയാണ് 100%. 12% നഷ്ടത്തിൽ കുറച്ച് വിറ്റെന്ന് പറഞ്ഞാൽ 1600 എന്താണ്? 192 കുറച്ചാൽ പോരെ. കുറയ്ക്കുമ്പോൾ എന്തിട്ടും 0
4 1 1408 കിട്ടിയല്ലോ. 2 മെത്തേഡും ചെയ്യാം. ഏതാ കുറച്ചുകൂടി ഈസി വെച്ചാൽ അത് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ. കൂടുതൽ വീഡിയോസിനായി ഡെയിലി 6 മണിക്ക് എന്താവും നമ്മളുടെ മാത്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫോർ പ്രിലിമിനറി ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന പാർട്ട് ഡെയിലി 6 മണിക്ക് ഉണ്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ടേക്ക് കെയർ. ബൈ ബൈ.